ബറോസ് 3D എന്ത് പടമാണ്, എന്ത് കാട്ടവരാതാണ്. ലാലേട്ടൻ ഇത്രയും നാൾ കൊണ്ട് സംവിധാനം ചെയ്തിറക്കിയതാണോ, ഇതിനു വേണ്ടിയിട്ടാണോ അങ്ങനെ ഇത്രയും നാളും സംവിധാനമൊന്നും പറഞ്ഞ് നടന്നത് എന്നൊക്കെ വന്നിരുന്ന് വിളിച്ചു പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, അയാൾ ഈ പടം ഇറക്കിയപ്പോഴേ പറഞ്ഞതല്ലേ ഇത് കുട്ടികൾക്ക് പിള്ളേർക്ക് വേണ്ടിയുള്ള പടമാണെന്ന്. ഈ വന്നിരുന്ന് വിളിച്ച് പറയുന്ന മുതുകളവന്മാർക്ക് 10, 30, 40 വയസ്സൊക്കെ ഉണ്ട്. അവന്മാരാണ് വന്നിരുന്ന് പറയുന്നത് പടം അങ്ങനെയാണ്, കാട്ടവരാതാണ്, മറ്റേതാണ്, മറിച്ചതാണൊക്കെ പറയുന്നത്. പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് ഒരു 3D പ്യുവർ 3D പടം എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാള സിനിമയിൽ വരുന്നത് മിക്ക സിനിമകളും 3D എന്നും പറഞ്ഞു വരുന്നത് 2Dയിൽ ഷൂട്ട് ചെയ്തിട്ട് 3Dയിലോട്ട് കൺവേർട്ട് ചെയ്യണം. പക്ഷേ ഇത് 3Dയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ 3Dയുടെ എക്സ്പീരിയൻസ് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ അതുകൊണ്ടാണ് ഈ സിനിമ കാണാൻ പോയത്. എനിക്ക് ആ 3D എക്സ്പീരിയൻസ് വേണം. അല്ലാതെ കുട്ടികൾക്ക് വേണ്ടി ഇറക്കിയ പടം നമ്മൾ പോയിട്ട് എന്നാ വിലയിരുത്താനാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പോയി കണ്ടത്. ആ 3D എഫക്റ്റ് അടിപൊളിയാണ്, നിങ്ങൾക്ക് സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് പോയതിന് ശേഷം ഈ 3D എഫക്റ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. സോ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒറിജിനൽ 3D പ്യുവർ 3D ഒന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയി കാണുക. പിന്നെ ലാലേട്ടനൊക്കെ പറയുന്ന പോലെ പിള്ളേരെ ഒറ്റയ്ക്ക് നമുക്ക് തിയേറ്ററിൽ വിടാൻ പറ്റത്തില്ലോ, എൻ്റെ രക്ഷകർത്താക്കളും കൂടി പോകുമല്ലോ, അവരും ഇത് കണ്ടിരിക്കണ്ടേ. അപ്പം അവരും കുറച്ച് അഭിപ്രായമൊക്കെ പറയും അല്ലേ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.